ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കിഡിലും ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നത്. വെറും രണ്ട് ഉരുളൻകിഴങ്ങ് മതി നമുക്ക് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് KFC ഒക്കെ ചോദിച്ച് കറിയണ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക് കേട്ടോ. ഇത് വെറും ഉരുളൻകിഴങ്ങ് മാത്രമാണ്. അപ്പോൾ നല്ലൊരു KFC ഫീലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 വലിയ ഉരുളൻകിഴങ്ങാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാൻ ഈ 2 വലിയ ഉരുളൻകിഴങ്ങ് മതിയാവും ട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് നീളനെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. എന്നെങ്കിലാണ് ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ആകൃതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നീളനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നീളത്തിൽ മുറിച്ചതിന് ശേഷം ഒന്നും കൂടിയും കട്ടാക്കിയതിന് ശേഷം പിന്നെയും ഇങ്ങനെ മുറിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇതേ ഒരു കനത്തിൽ വേണം നമുക്കിതിനൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇതേ ഒരു തിക്നെസ്സും ഇതേ ഒരു നീളമൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, നമുക്ക് പൊരിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോനെ നമുക്ക് നല്ലൊരു തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൊട്ടാറ്റോ ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിലോട്ട് 1 കപ്പോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യം കോൺഫ്ലവർ ആണ്. ഞാൻ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതാവണം. നന്നായിട്ട് പൊടി കിട്ടണമെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്കിവിടെ പൊടി കിട്ടാത്തതുകൊണ്ട് ഞാൻ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയുടെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ മാഗി ക്യൂബാണ്. ഇതിൽ 2 എണ്ണം ഉണ്ടാവില്ല. അതിലത്തെ ഒരു മാഗി ക്യൂബ് എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി മാത്രം നമുക്കിതിലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വളരെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതിട്ട് കൊടുക്കണേ. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് 1/4 ടീസ്പൂണോളം ഉപ്പൊക്കെ മതിയാവും. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ആ മാഗി ക്യൂബൊക്കെ നന്നായിട്ട് ഈ പൊടിയിൽ മിക്സ് ആക്കിയിട്ട് പോകണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാഗി ക്യൂബൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൂടുതൽ ലൂസ് ആവരുത്, കുറച്ച് കട്ടി വേണം കേട്ടോ. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ആവശ്യം കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒന്നും കൂടി കളറായിട്ട് കിട്ടും. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ അല്ലേ, അതിനൊന്ന് നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. അതിന് ശേഷം ആ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മൈദപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ഇല്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലേക്ക് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. എന്നെങ്കിലാണ് നമുക്ക് ആ ഒരു ക്രഞ്ചി ടൈപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് KFCയുടെ മുകളിലൊക്കെ കാണില്ലേ ഇങ്ങനെ മുരുത്ത രീതിയിൽ, അതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടി മേലേക്ക് ഇട്ടതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇത് മുങ്ങി കിട്ടുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടാവും ട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കണത്. എന്നെങ്കിലാണ് നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആയപ്പോൾ ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഇതേ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി എടുത്ത് വെക്കാം ട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ട്ടോ. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ട്ടോ ഇത്. വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ട്ടോ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.